ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് ആ കുഞ്ഞ് തന്നെയാ. ആയിക്കോട്ടെ, നമ്മൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചല്ലേ, പിന്നെ എന്തായ നമുക്കെന്താ? അങ്ങനെയല്ല പോണി, സായിപ്പിന് വളർത്താൻ കൊടുക്കുന്നു പറഞ്ഞല്ലേ അയാൾ നമ്മുടെ ഇന്ന് കുട്ടിയെ വാങ്ങിച്ചത്. തെണ്ടക്കാരുടെ കൂട്ടത്തിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. ഒന്നുമില്ലെങ്കിലും കുറച്ചു ദിവസം നമ്മളോട് കഴിഞ്ഞല്ലേ അത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ കയ്യോ കാലോ മുറിച്ചെടുത്ത് അല്ലെങ്കിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ജീവിതകാലം മുഴുവൻ തെരുവി തിണ്ടിയെടുക്കാന്ന് പറഞ്ഞ ആർക്കോ ജനിച്ചതാണെങ്കിലും അറിയാതെ ആ കുഞ്ഞ് നമ്മൾ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ദുരന്തം അതിന് വരണോ? ഒന്നോർത്താ നമ്മളല്ലേ എന്നെ കാരണക്കാരാവുക. അതിന്റെ ശാപം നമുക്ക് കിട്ടില്ലേ? അതിപ്പോ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലൊന്നും ആലോചിക്കണ്ട. എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് കുട്ടിയെ തിരിച്ചു വാങ്ങണം. വാങ്ങിയിട്ട് നമ്മൾ അതിനെ വളർത്തും. അതെ, ഈ മുതലവാസം എന്ന് പറയുന്ന ആള് ദാ അവിടെ. വാസു, എന്താ സാറേ? ആ കൊച്ചെവിടെ? അത് ഇന്നലെ തന്നെ കച്ചവടമില്ലേ? കൊച്ചിപ്പോ ജർമ്മനിൽ എത്തിക്കാണും. കള്ളം പറയണ്ട. കൊച്ചെവിടെയെന്നാ ചോദിച്ചു? പറഞ്ഞ പോലെ തന്നെ സായിപ്പിന് കൊടുത്തന്നെ. കൊച്ചെവിടോ? ഞാൻ പറഞ്ഞില്ലേ? അവിടെ നിൽക്ക്. കൊച്ചിനെ തൊട്ട് പോകരുത്. എടാ ചന്ദ്ര, കൊണ്ടുപോകുന്നതിന് 5000 രൂപ കൈയോട് തരണം. 5000 10,000 തരാം. കുട്ടിയെ വയ്ക്കോ? വണ്ടി എടുത്തോ? പൊന്നുമോളെ, നീ ആരാ? പറിച്ചെറിഞ്ഞിട്ടും പിന്നെയും പിന്നെ എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നീ ഞങ്ങളുടെ ആരാ? ഏതോ പൂർവ്വ ജന്മബന്ധം പോലെ നീ ഇപ്പൊ ഞങ്ങളുടെ ആരോ ആയിക്കൊണ്ടിരിക്കുക. നിനക്കറിയോ, നിന്നെ ഇപ്പൊ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക. ആർക്ക് വേണ്ടെങ്കിലും നിന്നെ ഇനി ഞങ്ങൾക്ക് വേണം. ഇനി നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. നിന്നെ ഞങ്ങൾ വളർത്തും. ഒരു കുരുന്നു മാലാഖയെ പോലെ നീ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കും. എടാ, നമുക്ക് ഇവൾക്കൊരു പേരിടണ്ടേ? വേണം. എന്തു പേരാ വിളിക്ക? ചക്കി. പാർക്കുട്ടി നായാലോ? ഏയ്, കിങ്ങിണി. കിങ്ങിണി. കിങ്ങിണി കൊള്ളാം, നല്ല പേര്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. ആ, നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിൽ തമ്മിൽ ഒരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല.
നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. പിടികിട്ടിയില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ഓ, കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? കുട്ടി ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. ആ, അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്ക. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ. കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെറ്റ്നസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെ കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ, ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. രണ്ടാളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. ഇങ്ങിനി. ഉദാഹരണത്തിന് അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുകയല്ലെന്ന് എനിക്കറിയാം. ബാർഗൈൻ ചെയ്യരുത്. എല്ലാവരും ഞാൻ പറയാം, ബാർഗൈൻ ചെയ്യരുത്. ദേ, ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. ദാ. കൊച്ചാണെന്നല്ലോ. അതേ ശരിയാക്കി തരാം. മോളെ, കിങ്ങിണി. മോളെ, കരയല്ല, 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 കരയല്ല. കിങ്ങിണി. കരയല്ല, കരയല്ല. Listen to me. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലും ബാർഗയും വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ, ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. ആ, പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? അതെന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിക്കില്ല സാറേ. കിങ്ങിണി. ആ.